പല്ല് നേരെയാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് മിക്കവാറും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ എനിക്ക് കമ്പി ഇടാതെ അലൈനറുകൾ വെച്ച് പല്ല് ശരിയാക്കി തരുമെന്ന്. കാണാൻ ഭംഗിയുള്ളതും സൗകര്യപ്രദവുമാണ് അലൈനറുകൾ എന്നത് സത്യമാണ്. പക്ഷേ എല്ലാവർക്കും അലൈനറുകൾ അനുയോജ്യമാണോ? എന്തുകൊണ്ടാണ് ചില കേസുകൾ ഇപ്പോഴും ഡോക്ടർമാർ ബ്രേസസ് തന്നെ നിർദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ബ്രേസസ് തിരഞ്ഞെടുക്കുന്നത്. ഒന്നാമതായി, പല്ലുകൾ വല്ലാതെ തിങ്ങി നിറഞ്ഞിരിക്കുകയോ, അതായത് സിവിയർ ക്രൗഡിങ്, താടിയെല്ലിൻ്റെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ബ്രേസസുകൾ കൂടുതൽ ഫലപ്രദമാണ്. പല്ലുകളെ കൃത്യസ്ഥാനത്തേക്ക് നീക്കാൻ ബ്രേസസുകൾക്ക് കൂടുതൽ കരുത്തുണ്ട്. രണ്ടാമതായി, ചിലരുടെ പല്ലുകൾ ഉയർന്നു നിൽക്കുകയോ അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങിയിരിക്കുകയോ ചെയ്യും. ഇത്തരം വെർട്ടിക്കൽ മൂവ്മെൻറ്റുകൾ കൃത്യമായി ചെയ്യാൻ അലൈനറുകളേക്കാൾ വേഗത്തിൽ ബ്രേസസിന് സാധിക്കും. മൂന്നാമതായി, അലൈനറുകൾ നമുക്ക് ഊരിവെക്കാം എന്നത് ഒരു ഗുണമാണ്, പക്ഷേ അതൊരു ദോഷവുമാണ്. ദിവസവും 22 മണിക്കൂറെങ്കിലും ഇത് ഇട്ടില്ലെങ്കിൽ റിസൾട്ട് കിട്ടില്ല. എന്നാൽ ബ്രേസസുകൾ പല്ലിൽ ഫിക്സ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ചികിത്സ കൃത്യസമയത്ത് പൂർത്തിയാകും. ചുരുക്കത്തിൽ, നിങ്ങളുടെ പല്ലിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത്. അലൈനർ വേണോ ബ്രേസസ് വേണോ എന്ന് സ്വയം തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർത്തോഡോണ്ടിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക.